രാവിലെ തന്നെ വെള്ളം വെട്ടിത്തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളിത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വട്ടം നമ്മൾ ഈ ഒരു ഇലയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്നൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ. മിക്കുള്ള ദിവസങ്ങളിൽ ഇടുമ്പോഴത്തേക്ക് ചിലർക്ക് കാണുമ്പോഴത്തേക്ക് ചെറിയൊരു മടുപ്പും കാര്യങ്ങളൊക്കെ തോന്നത്തില്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും എനിക്കിത് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. വല്ലപ്പോഴുമൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കഴിക്കണമെന്നൊക്കെ തോന്നും. അപ്പോഴെനിക്ക് ചെറിയൊരു വീഡിയോ എടുക്കണമെന്നൊക്കെ തോന്നും. അപ്പോൾ എന്തായാലും നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം വെട്ടി തിളപ്പിച്ച് മാവ് നന്നായിട്ട് നനച്ചുരുട്ടിയൊക്കെ ഞാനൊന്ന് മാറ്റി വെച്ച് ഇതിനിടയ്ക്ക് നമ്മൾ ഇല എടുത്ത് നന്നായിട്ട് കഴുകിയെടുത്ത് വാഴയിലയിലോ അല്ലെന്നുണ്ടെങ്കിൽ വട്ടയിലോ നമുക്കിതിനെ ഒന്ന് പരത്തി നല്ലതുപോലെ മടക്കി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. വാഴയില എടുക്കുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഓരോ ബോളായിട്ടൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ഇല മടക്കി സൈഡൊന്നതിനിടയ്ക്കൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും സാരമില്ല. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും അടുത്തത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയിരിക്കുന്ന ഇലയിലെല്ലാത്തിലും നമുക്ക് ഇതുപോലെ തന്നെ പരത്തി റെഡിയാക്കി നല്ലതുപോലെ തന്നെ മടക്കി എടുക്കണം. അപ്പോൾ മടക്കാനായിട്ട് അറിഞ്ഞൂടാത്തവർ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം കേട്ടോ. പണ്ടൊക്കെ നമ്മളെ വീടുകളിൽ ഇഷ്ടം പോലെ മൺകലത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ചിരട്ടയൊക്കെ വെച്ച് വെള്ളത്തിനകത്ത് ആവി കയറ്റിയാണ് എടുക്കണം. ഇപ്പം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആവി വന്നതിന് ശേഷം ഓരോന്നായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളും ഒന്ന് വെച്ച് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും നമുക്ക് മടുക്കത്തേ ഇല്ല. നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇതിനെ ഇലയപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിടുന്നത് എല്ലാം നാടൻ രീതിയിലുള്ള കുക്കിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമേ.